Hello everyone, welcome to 27 podcast. Today we are going to discuss about three different types of machine learning methods, and I am Saleh. I am Basit. Okay, Sally, before diving into that, can you just explain simply what machine learning is? Okay, let's start with an example. സപ്പോസ് ഇപ്പോൾ നമ്മളൊരു പെറ്റിനെ ട്രെയിൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പെറ്റിനെ നമ്മൾ കുറച്ച് ഇപ്പോൾ എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് ആ എക്സാമ്പിൾസ് കുറേ അത് പഠിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ട് ആ ഫീഡ്ബാക്കിൽ നിന്നും അത് പഠിക്കും. ഇതേപോലെ തന്നെ സിമിലർ ആണ് മെഷീൻ ലേണിംഗിലും. മെഷീൻ ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സിന് കുറച്ച് ഡാറ്റാസ് കൊടുത്തിട്ട് ആ ഡാറ്റാസിന് ഒരു പാറ്റേൺ കണ്ടെത്തിയിട്ട് പഠിക്കുന്നതിനാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. That makes sense. So it is like the computer figuring things out rather than just following a list of rules. Exactly. It's about letting the computer learn from the data to make prediction or decision its own. Great. Now there are several ways computers can learn. So, ഏത് മെഷീൻ ലേണിംഗ് മെത്തേഡ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം? Let's start with supervised learning. Think of it like learning with a teacher who guide on you what's correct. ഓക്കെ, ഇപ്പോൾ ഈ ടീച്ചറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, അപ്പോൾ അത് എങ്ങനെയാണ് ഈ മെഷീൻ ലേണിംഗിൽ വർക്ക് ആവുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? വെൽ, ഈ ഒരു മെഷീൻ ലേണിംഗ് മെത്തേഡിൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സിന് കൊടുക്കുക ലാബിൾഡ് ഡാറ്റ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ആപ്പിളിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയും ദിസ് ഈസ് ആൻ ആപ്പിൾ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബനാനോട് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ബനാനാണെന്ന് നമ്മൾ പറയും. അങ്ങനെ അടുത്തതിൽ അതൊരു ഇമേജ് നമ്മൾ കൊടുക്കുമ്പോൾ അത് കമ്പ്യൂട്ടർ തന്നെ സ്വയം ഒരു പാറ്റേൺ കണ്ടെത്തിയിട്ട് അത് കണ്ടുപിടിക്കും. ഈ ഒരു മെത്തേഡാണ് ലേണിംഗ്, സൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുട്ടിക്കൊരു ഇമേജ് കാണിച്ചു കൊടുത്തിട്ട് ഇത് ആപ്പിളാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പോലെയാണ് കമ്പ്യൂട്ടേഴ്സിന് കുറച്ച് ഡാറ്റ കൊടുത്തിട്ട് അതിന് കുറച്ച് ലാബിൽ കൊടുക്കും. എന്നിട്ട് പറയും ഇത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ടൈം അങ്ങനെ കമ്പ്യൂട്ടർ അങ്ങനെ സ്വയം അതിനൊരു പാറ്റേൺ ഫൈൻഡ് ചെയ്തിട്ട് നമ്മളോട് പറയും. അതാണല്ലേ? എക്സാക്ട്ലി. ഇപ്പോൾ ഇമെയിലിൻ്റെ സ്പാം ഫിൽറ്റേഴ്സ് ഇതിനൊരു റിയൽ വേൾഡ് എക്സാമ്പിളാണ് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിന്. കാരണം കമ്പ്യൂട്ടേഴ്സിന് ആദ്യം ഒരുപാട് ഇമെയിൽസുകൾ കൊടുക്കും, എന്നിട്ട് അതിൽ നിന്ന് ഏതാണ് സ്പാം അല്ലാത്തതെന്നുള്ളത് ഒരു ട്രെയിനിങ് കൊടുക്കും, പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് നെക്സ്റ്റ് ടൈം ഒരു ഇമെയിൽ വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യും ഏതാണ് സ്പാം. അതൊരു പാറ്റേൺ വെച്ചിട്ട് ഏതാണ് സ്പാം അല്ലാത്തതെന്ന് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അതൊരു റിയൽ ലൈഫ് എക്സാമ്പിളാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ ലാബിൽ ഡാറ്റ വേണം. സോ വാട്ട് ഈസ് അനദർ ടൈപ്പ്? നെക്സ്റ്റ് വൺ ഈസ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ദിസ് ഈസ് ഡിഫറൻസ് ഹിയർ. കാരണം എന്ന് വെച്ചാൽ ഇത് കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് ഒരു പാറ്റേൺ ഫൈൻഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് ലേണിംഗ് വിത്തൗട്ട് എ ടീച്ചർ. എക്സാക്ട്ലി. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിന് ഒരുപാട് ഡാറ്റാസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിന് കൂടെ നമ്മൾ ലാബിൽ കൊടുക്കില്ല. കാരണം ഇവിടെ കമ്പ്യൂട്ടർ തന്നെ സ്വന്തമായിട്ട് പാറ്റേൺസും ഗ്രൂപ്പും ആക്കിയിട്ട് കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ ആപ്പ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്നൊരു മ്യൂസിക് കേട്ടാൽ അടുത്ത മ്യൂസിക് അത് നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് റെക്കമെൻഡ് ആയിരിക്കും. ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ പറയാതെ തന്നെ നമ്മളെ ടേസ്റ്റ് അവർ മനസ്സിലാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മ്യൂസിക് പ്ലെയേഴ്സ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അവർ ലിസണേഴ്സിൻ്റെ ലേണിംഗ് ഹാബിറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അങ്ങനെ അവർ സോങ്സ് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അവർ മ്യൂസിക് കേൾക്കുന്ന ആളുകളെയും ഈ സോങ്സും തമ്മിലുള്ള ഒരു കണക്ഷൻസ് കമ്പ്യൂട്ടേഴ്സ് ഫൈൻഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി അവിടെ. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ബാങ്കിലുള്ള ഫ്രോഡ് ഡിറ്റക്ഷനും. അവിടെ അൺയൂഷ്വൽ ആയിട്ടുള്ള പാറ്റേൺസ് കമ്പ്യൂട്ടേഴ്സ് ഫൈൻഡ് ചെയ്തിട്ടാണ് ഈ ഫ്രോഡ് സ്പോട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് റിയലി കൂൾ. സോ വാട്ട് ഈസ് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് മെത്തേഡ്? ലാസ്റ്റ് വൺ ഈസ് റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് മെത്തേഡ്. ഇവിടെ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത് ട്രയൽ ആൻഡ് എറർ നടത്തിയിട്ട് അതിൽ നിന്ന് ഫീഡ്ബാക്ക് കൊടുത്തിട്ടാണ് പിന്നെ കമ്പ്യൂട്ടർ അതിൽ നിന്ന് ലേൺ ചെയ്യുന്നത്. ഫോർ ആൻ എക്സാമ്പിൾ, ഇവിടെ നമുക്കൊരു ഡോഗിൻ്റെ കേസിന് എടുക്കാം. ഇപ്പോൾ ഒരു ഡോഗിന് നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ട്രിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനൊരു റിവാർഡ് നൽകും. പിന്നെ അത് റിവാർഡിനനുസരിച്ചിട്ടാവും അത് പിന്നെ പെർഫോം ചെയ്യുക. ഇതേ കേസ് തന്നെയാണ് റെയിൻഫോഴ്സ്മെൻറ്റിലും. റെയിൻഫോഴ്സ്മെൻറ്റിൽ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഒരു ഡിസിഷൻ എടുക്കും, പിന്നെ അതിനൊരു ഫീഡ്ബാക്ക് നൽകും, പിന്നെ ആ ഫീഡ്ബാക്കിനനുസരിച്ചാവും ഫ്യൂച്ചറിൽ കമ്പ്യൂട്ടർ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, സോ ഫീഡ്ബാക്ക് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഗിവ് മീ എ റിയൽ വേൾഡ് എക്സാമ്പിൾ. ഓഫ് കോഴ്സ്, എ റിയലി ഗുഡ് എക്സാമ്പിൾ ഫോർ ദിസ് സെൽഫ് ഡ്രൈവിംഗ് കാർ. ഇപ്പോൾ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിനും ഡിസിഷൻസ് എടുക്കാം. അതായത് ഒന്നെങ്കിലും മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ ടേൺ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇതും എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിനനുസരിച്ച് അതിന് നമുക്ക് റിവാർഡോ പണിഷ്മെൻറ്റോ കൊടുക്കാം. പിന്നെ അത് ഈ റിവാർഡിനനുസരിച്ചിട്ടാവും അത് ഫ്യൂച്ചറിൽ ബെറ്ററായിട്ട് ഡ്രൈവ് ചെയ്യാനത് നോക്കുക. ഐ തിങ്ക് നമ്മൾ 3 മെഷീൻ ലേണിംഗ് മെത്തേഡും ഡിസ്കസ് ചെയ്തു.
സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ കൊടുക്കും, ഡാറ്റൻ്റെ കൂടെ ലാബിലും പാടും കൊടുത്തിട്ട് ലാബിലും ഡാറ്റ കയറും കൊടുക്കുക. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ ഡാറ്റ മാത്രം കൊടുക്കും, അതിൽ നിന്ന് സ്വയം കമ്പ്യൂട്ടേഴ്സ് പാറ്റേൺസ് ഫൈൻഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിൽ നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കും, ആ ഫീഡ്ബാക്കിന് ബേസ് ചെയ്തുകൊണ്ടാണ് അത് പഠിക്കുന്നത്. We hope that you have understood all the topics we discussed. If you have any questions, feel free to share them on the comment section. And keep exploring and learning. Until next time, bye.